അൻസിയ, വെൽക്കം ടു കരിയർ ടോക്ക് വിത്ത് അവോധ. സുഖമാണോ അൻസിയ? സുഖമാണോ? സുഖമാണ്. അൻസിയ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ ആലുവയിലാണ്. ഇപ്പോ ആ, പനമ്പള്ളി നഗറിലാണ് താമസിക്കുന്നത്. ഇരിക്കുന്നത്. ആലുവയാണ് വീട്. ആ, ഓക്കെ. അവോധയിൽ ഏത് കോഴ്സാണ് ചെയ്തിരുന്നത്? ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് വീഡിയോ എഡിറ്റിംഗും മോഷൻ ഗ്രാഫിക്സും. ഓക്കെ, ഓക്കെ. ഇപ്പൊ എന്താ ജോബ് ചെയ്യുന്നുണ്ടോ? ഇന്റേൺഷിപ്പ് എങ്ങനെയാണ്? അതോ ഡയറക്റ്റ് ജോബ് ആണോ? ഇപ്പോ ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. വർക്ക് ഫ്രം ഹോം ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. എവിടെയാണ്? വെറാക്കിൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. ആ, ഓക്കെ. എങ്ങനെയുണ്ട് ജോബ് ഒക്കെ എങ്ങനെയുണ്ട്? ജോബൊക്കെ നന്നായി പോകുന്നു. നന്നായി പോകുന്നു. ആഹ് ഓക്കെ. ലൈഫും ജോബുമായിട്ടൊക്കെ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടല്ലേ? പോകുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാൻ ഉണ്ട്. പറ്റുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. എൻജോയ് ചെയ്യുന്നുണ്ട് ജോബ്. ജോബ് എൻജോയ് ചെയ്യുന്നുണ്ട്. എൻജോയ് ചെയ്യുന്നുണ്ട്. വർക്ക് ഓക്കെ. നന്നായിട്ട് പഠിക്കാൻ എങ്ങനെയായിരുന്നു പറ്റുന്നുണ്ട്. ഇപ്പൊ ഓ എങ്ങനെയായിരുന്നു അവബോധയെ കുറിച്ച് അറിഞ്ഞത്? ഇങ്ങനൊരു കോഴ്സ് ഉണ്ടെന്നൊക്കെ അറിഞ്ഞത് എന്റെ ഒരു എങ്ങനെയാണ്? ഫാമിലി ഫ്രണ്ട് വഴിയാണ്. ആ, ഒരു സ്റ്റാറ്റസ് ഇട്ടുമ്പോ അങ്ങനെ കണ്ടിട്ടാണ്. റിവ്യൂസ് ഒക്കെ കണ്ടിട്ടാണ്. അപ്പൊ ഓ, ഞാനൊരു കോഴ്സ് ചെയ്യാൻ ഓൾറെഡി തീരുമാനിച്ചിരിക്കായിരുന്നു ഒരു കോഴ്സ് ചെയ്യണം എന്ന്. കാരണം എനിക്ക് കരിയർ ഗ്യാപ്പ് വന്നായിരുന്നു. ഏത് കോഴ്സാണ്? അപ്പൊ ഒരു കോഴ്സ് ചെയ്തിട്ട് ജോബിലേക്ക് ഞാൻ ഏത് വിഷ്വൽ മീഡിയ സ്പെഷ്യലൈസ് ഇൻ അഡ്വർടൈസിംഗ്. ഓക്കെ, ഓക്കെ, ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു അവബോധയുടെ ക്ലാസ്സുകളൊക്കെ? എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയാം. ക്ലാസ് ഒക്കെ നല്ല ഓതയുടെ ഗ്രാഫിക് ഡിസൈനിങ് ആയിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. ക്ലാസ് ഒക്കെ നല്ല ക്ലാസ്സുകളായിരുന്നു. അത് എനിക്ക് ഈസി ആയിട്ട് തോന്നിയായിരുന്നു. അത് ഉം, കംപ്ലീറ്റ് ചെയ്തു. ഉം. മോഷൻ ഗ്രാഫിക്സ് പക്ഷെ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഡിലേ വന്നു. അത് കംപ്ലീറ്റ് ആയിട്ടില്ല ഇതുവരെ. പക്ഷെ ഓക്കെ, ഞാനിപ്പോ ഓക്കെ. ഇന്റേൺഷിപ്പിന് എൻ്റർ ചെയ്തപ്പോൾ അവർ മോഷൻ ഗ്രാഫിക്സും ട്രൈ ചെയ്യാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോ കണ്ടിന്യൂ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓക്കെ. കണ്ടിന്യൂ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. എങ്ങനെയാണ് പഠിക്കുന്നത്? ആ ഞാൻ ഓൺലൈനാണ് പഠിക്കുന്നത്. ഓൺലൈനാണ് പഠിക്കുന്നത്. നമ്മള് അവോധ ആ, ഒരു 5 വർഷത്തേക്ക് നമുക്ക് ഓരോ കോഴ്സിനും നമുക്ക് കണ്ടിന്യൂറ്റി തരുന്നുണ്ട്. അപ്പൊ ആ, അതിനനുസരിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് നമ്മുടെ അവോധയ്ക്ക്. ആ കേൾക്കാം. ആ, അതുപോലെ ജാപ്പിലൊക്കെ അറ്റൻഡ് അറിയാം അറിയാം. ചെയ്തിരുന്നോ? ജാപ്പ് സെക്ഷനിൽ അറ്റൻഡ് ചെയ്തിരുന്നോ? ഞാൻ അറ്റൻഡ് ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ എങ്ങനെയുണ്ടായിരുന്നു? എന്റെ ജാബ് സെഷനിൽ എന്റെ അടുത്ത് സിവിയും റെസ്യൂമേയും സിവിയും റെസ്യൂമേയും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാനത് ചെയ്യാനായിട്ട് ഇരിക്കുമ്പോഴായിരുന്നു ഈ ഒരു ഇത് വന്നത്, ഇന്റേൺഷിപ്പിന്റെ ഓഫർ വന്നത്. മോക്ക് പിന്നെ ഞാൻ ഇന്റർവ്യൂ ഇന്റേൺഷിപ്പിന് കയറി. മോക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നോ? ഇല്ല, അറ്റൻഡ് ചെയ്തില്ലായിരുന്നു. ഇല്ല. ആ, ഓക്കെ. ആദ്യമായിട്ടൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഭയം, അത്യാവശ്യം നമ്മൾ അറ്റൻഡ് ചെയ്തായിരുന്നല്ലോ ജാപ്പ്. അപ്പൊ ആ ഒരു ഭയം, അങ്ങനെ ഭയം ഉണ്ടായിരുന്നോ? അതോ നമുക്ക് ഈ എന്താണ് ജാപ്പ് അറ്റൻഡ് ചെയ്തതിന്റെ ഒരു ഗുണം കിട്ടിയോ? എങ്ങനെയാണ്? ആ പക്ഷെ ഇതിന് ഇന്റർവ്യൂ എനിക്ക് ഫോൺ വഴിയായിരുന്നു. ഉം. ഡയറക്റ്റ് അവര് ചോദിച്ചതിനായിട്ട് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇന്റർവ്യൂ സിമ്പിൾ ഉണ്ടായില്ല. ഇന്റർവ്യൂ ആയിരുന്നു. ഓക്കെ, ഓക്കെ. അപ്പൊ ഈ കോഴ്സ് നമുക്കറിയാലോ, നമ്മൾ അങ്ങനെ വളരെ പേടിയൊന്നും അഫോർഡബിൾ ആയിട്ട്. തോന്നിയില്ലേ? ഓക്കെ. നമ്മുടെ അവബോധയുടെ കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് വരുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഇത് കേട്ടപ്പോ എന്തെങ്കിലും നമുക്ക് അയ്യോ ഇത് നല്ലതാണോ അങ്ങനെ ഒരു ചിന്ത വന്നായിരുന്നോ? അങ്ങനെ എനിക്ക് തോന്നിയായിരുന്നു. ആ, അങ്ങനെ വന്നായിരുന്നു. പിന്നെ എനിക്ക് ഓൾറെഡി ഞാൻ വിഷ്വൽ മീഡിയ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണല്ലോ. അപ്പൊ എനിക്ക് ഉം. കുറച്ചും കൂടി ഒരു ഇത് കിട്ടിയാൽ മതിയായിരുന്നു. ഒരു അപ്ഡേഷൻ കിട്ടിയാൽ മതിയായിരുന്നു കോഴ്സുകൾ ഈ ഉം. സോഫ്റ്റ്വെയർസിന്റെ. അതുകൊണ്ട് ഉം. ഞാൻ പിന്നെ ധൈര്യമായിട്ട് ചേർന്നതാണ്. ചേർന്ന് കഴിഞ്ഞപ്പോ എന്താണ് തോന്നിയത്? ചേർന്ന് കഴിഞ്ഞപ്പോഴും എനിക്ക് കുഴപ്പം തോന്നിയില്ല. ഉം. കോഴ്സൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലേ. ടീച്ചിങ് എല്ലാം ആ, മെത്തേഡൊക്കെ നല്ലതായിരുന്നു. നല്ല മെത്തേഡുകളാണ്. ഓക്കെ. ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണല്ലോ. അതെ അതെ. എങ്ങനെയാണ് സാലറി ഒക്കെ കിട്ടുന്നുണ്ടോ? സാലറി പാക്കേജ് ഒക്കെ എങ്ങനെയാണ്? സാലറി പാക്കേജ് ഇല്ല. ഇപ്പോ ഇന്റേൺഷിപ്പ് ആയതുകൊണ്ട് അവരൊന്നും പറഞ്ഞിട്ടില്ല ഓക്കെ, ഇന്റേൺഷിപ്പിന്. ഓക്കെ. 3 മന്ത്സ് ഇന്റേൺഷിപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ കയറിയേക്കുന്നത്. ഓക്കെ, ഓക്കെ. അപ്പൊ ആഫ്റ്റർ ഓൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം അൻസിയോട്, നമുക്ക് എന്താണ് 40ഓളം കോഴ്സുകളുണ്ട്. വളരെയധികം കുട്ടികൾ നമ്മൾക്ക് ഈ അവോധയില് സ്റ്റുഡൻസ് വളരെയധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അവരോടായിട്ട് ഇപ്പൊ ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോടും കൂടി എന്താണ് അൻസിക്ക് പറയാനുള്ളത്? പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയാൽ തന്നെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ടൈം തരുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ടൈമിലാണെങ്കിലും എപ്പോ വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്യാം. നമുക്ക് കോഴ്സുകൾ പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ടൈം നമുക്ക് മാനേജ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ കോഴ്സ് അഫോർഡബിൾ ആണ്. പിന്നെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസും തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഹാപ്പിയാണ് ഈ കോഴ്സ് എടുത്തതിൽ. ഓക്കെ, ഓക്കെ. അപ്പം വളരെയധികം നന്ദി. ഇത്രയും വിലപ്പെട്ട സമയം ഇതിനു വേണ്ടി അവതയ്ക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ വളരെയധികം നന്ദി. ഓക്കെ അൻസിയ. ഓക്കെ.